രേണുസുതിയെക്കുറിച്ച് പറഞ്ഞുള്ള വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് ശാരിക. നേരത്തെ ഇന്റർവ്യൂ പാറ്റേണിലുള്ള വീഡിയോകളൊക്കെയായിരുന്നു ചെയ്തിരുന്നത്. എന്റെ ചാനലിന് വ്യൂസ് വേണമായിരുന്നു, അതിനാലാണ് അങ്ങനെ ചെയ്തത്. ഇപ്പോഴിതാ മറ്റു വിഷയങ്ങളെക്കുറിച്ചും സംസാരിച്ചിരിക്കുകയാണ് ശാരിക. ഇന്റർവ്യൂ പാറ്റേണിനും അപ്പുറം റിയാലിറ്റി ടോക്സ് ഇനി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും പ്രതികരണങ്ങൾ ഉണ്ടാവും. മോശം കമന്റിന് മോശമായി തന്നെയുള്ള പ്രതികരണവും എന്റെ ഭാഗത്തു നിന്നുണ്ടാവും. ആദ്യം തന്നെ എന്ത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കും എന്നോർത്തപ്പോൾ അധികമൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. രേണുവിനെതിരെയുള്ള സൈബർ ആക്രമണത്തെക്കുറിച്ചാവാം ആദ്യം പറയേണ്ടതെന്ന് തോന്നി. 2-3 വർഷമായി അവര് വേട്ടയാടപ്പെടുന്നുണ്ട്. അതിനപ്പുറം അവരെ വ്യക്തിഹത്യ ചെയ്യുന്നത് കൂടി വരികയാണ്. കുഞ്ഞിന്റെ പിതൃത്വം മൂത്ത മകനുമായുള്ള വിഷയങ്ങൾ പെരുപ്പിച്ച് അവരെ അകറ്റാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവരുടെ ഫാമിലിയെ തകർക്കുന്ന തരത്തിലാണ് ആരോപണങ്ങൾ. പോടാ, നീ നിന്റെ കാര്യം നോക്കടാ എന്നൊക്കെ ആ കുട്ടി പറയാറുള്ളൂ. അവരുടെ ലൈഫ് നശിപ്പിച്ച് അടങ്ങുവെന്ന് പറഞ്ഞ് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന കുറച്ചുപേരുണ്ട്. അതിലേറ്റവും പ്രധാനിയായിട്ടുള്ള ഒരാളുടെ വീഡിയോ ഞാൻ കാണാനായി. റിയാക്ട് ചെയ്യേണ്ട സമയമായി എന്ന് മനസ്സിലാക്കിയാണ് എല്ലാം മാറ്റിവെച്ച് ഇതേക്കുറിച്ച് സംസാരിക്കുന്നത്. ഷഫീന ബീവിയെക്കുറിച്ചായിരുന്നു ശാരിക സംസാരിച്ചത്. രേണുവിനെ കുറിച്ച് സംസാരിക്കുന്നത് നിർത്തുകയാണെന്ന് പറഞ്ഞുള്ള വീഡിയോ കണ്ടു. അതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. അവരെന്തുകൊണ്ടാണ് പിന്മാറുന്നതെന്ന് എനിക്കറിയാം. അവർക്കെതിരെ ഒരു കൂട്ടം പേര് പരാതികളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതൊക്കെ എത്തേണ്ടിടത്തൊക്കെ എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇനി അവർക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ? ചിലപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലില് ഉണ്ടയും തിന്നിരിക്കുകയാണെങ്കിലോ? അത് പേടിച്ചാണെന്ന് തോന്നുന്നു. അവരുടെ സൗണ്ടിലും ഭാവത്തിലുമൊക്കെ പതിവില്ലാത്തൊരു വിനയം കണ്ടു. അത് അവരുടെ അടവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് മലയാളം പറയാനറിയാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നതും ഇപ്പോഴാണ്. എപ്പോഴും മോശം വാക്കുകൾ മാത്രം പറയുന്ന വ്യക്തിത്വമില്ലാത്ത വൃത്തിഹീനയായൊരു യുവതി, അതാണവര്. വീട്ടിലിരിക്കുന്നവരെ പറയും അവര്. ഇനി എനിക്കെതിരെയാവും അവരുടെ വീഡിയോ. എന്തോ പേടിയുണ്ടെന്ന് തോന്നുന്നു. അവരെല്ലാം നിർത്തിപ്പോവുകയാണ്. രേണുവിനെ നന്നാക്കാനാണ് ശ്രമിച്ചത്. പലരും രേണുവിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് അവർ പറയുന്നത്. രേണുവിന്റെ മാനേജരെ കൂടി ഇതിലേക്ക് വലിച്ചിഴച്ചിരുന്നു. അവര് അവരുടെ ജോലിയാണ് ചെയ്തത്. അത്ര അന്തസ്സായല്ല അവരിത് അവസാനിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കലും അവസാനിക്കരുതെന്ന് കരുതി തീ കൊളുത്തി പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അതിന്റെ ചരടും പലർക്കും ഇട്ടുകൊടുത്താണ് അവര് ഇത് അവസാനിപ്പിക്കുന്നുവെന്ന് പറഞ്ഞത്. അവര് ഇത് അവസാനിപ്പിക്കുന്നതായി എനിക്ക് തോന്നുന്നില്ല. രേണുവിന് ഇനി സമാധാനത്തോടെ സന്തോഷത്തോടെ ജോലി ചെയ്യാൻ കഴിയട്ടെ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും രേണു പേടിച്ചില്ല. വളരെ മെലിഞ്ഞിട്ടുള്ളൊരു യുവതിയാണ് രേണു. നല്ല രീതിയിൽ ശരീരം കാണിച്ച് ഉദ്ഘാടനത്തിന് വരുന്നവരില്ലേ, അവരെ ഒന്നും പറയാതെ രേണുവിനെ മാത്രം പറയുന്നത് എന്താണ്? ബിഗ് ബോസിലുണ്ടായിരുന്ന പലരും ബിക്കിനിയൊക്കെ ഇട്ട് പലതും കാണിക്കുന്നുണ്ട്. അവരെ ആരെയും നിങ്ങളൊന്നും പറയുന്നില്ല. രേണുസുതി കുട്ടി നിക്കറിട്ടാല് നിങ്ങൾക്ക് പ്രശ്നമാണ്. അന്തസ്സായി പണിയെടുത്താണ് രേണു ജീവിക്കുന്നത്. സബ്സ്ക്രിപ്ഷന് ആദ്യമായി ചെയ്തത് രേണുവല്ലല്ലോ. നാണമുണ്ടോ മലയാളികളെ നിങ്ങൾക്ക്? എന്നുമായിരുന്നു ശാരികയുടെ ചോദ്യം.